കലോത്സവ വിശേഷങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം 4ാം ദിവസമാണ്. അപ്പോൾ മത്സരങ്ങളൊക്കെ വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും കേരള വിഷൻ ന്യൂസും ഇപ്പോൾ ഈ കലോത്സവത്തിനൊപ്പം ചേരുകയാണ്. നമ്മുടെ പ്രതിനിധികളായ കാളിദാസനും രേണുകയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കാളിദാസൻ ആൻഡ് രേണുക, ഇപ്പോൾ കലോത്സവം 4ാം ദിവസം എത്തിയിരിക്കുന്നു. ശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആര് കപ്പടിക്കും എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമൊക്കെ എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ സ്കോർ നിലകൾ എത്രയൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയണം. ഒപ്പം എന്തൊക്കെയാണ് കലോത്സവ വേദിയിലെ വിശേഷങ്ങൾ? ഇപ്പം മുന്നിൽ കണ്ണൂരാണ്. കണ്ണൂരൊരു ആധിപത്യം ഉണ്ട്. 10 പോയിന്റിലധികത്തിൽ മുന്നിലാണ് കണ്ണൂർ. തൊട്ടുപുറകെ കോഴിക്കോടുണ്ട്. അതിന് ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ തൃശ്ശൂരും ഉണ്ട്. നമുക്ക് ബാക്കി പോയിന്റുകളിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ആദ്യം ഇന്ന് എന്താ അറിയണത്? ഇന്നത്തെ ആദ്യത്തെ പെർഫോമൻസ് അവരങ്ങ് അറബിക് നാടകമാണ്. ആ, ഓക്കെ. ആദ്യം അറബിക് നാടകം. ഓക്കെ മക്കളെ കയറുക. ഓക്കെ, ഏത് ജില്ലക്കാരാണ്? തൃശ്ശൂരാണ്. ശക്തന്റെ പിള്ളേരെ. തൃശ്ശൂർ കപ്പടിക്കുവോ? ആ കോൺഫിഡൻസ് വേണം. പഠിക്കുവോ? ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും അടിക്കും. അതായത് കപ്പ് കൊടുക്കുന്നില്ല. തൃശ്ശൂർ കഴിഞ്ഞ വർഷം ലാസ്റ്റ് നിമിഷത്തിലായിരുന്നു കപ്പ് അടിച്ചിരുന്നത്. അതേപോലെ ഇപ്രാവശ്യം എത്ര ആളുകൾ മുന്നോട്ട് പോയാലും തൃശ്ശൂർ കപ്പടിക്കും. ഷുവർ. സാർ ടീച്ചറാണോ? ടീച്ചറാണ്. അപ്പൊ സ്കൂൾ ഏതാ? ചന്ദ്രാപിന്ന ഹയർ സെക്കൻഡറി സ്കൂൾ. നമുക്കപ്പം മക്കളുടെ നാടകത്തിലോട് കിടക്കാം അല്ലേ? അറബിക് നാടകമാണ്. ഒന്നും മനസ്സിലാവത്തില്ല. പറഞ്ഞു തരേണ്ടി വരും. തുടങ്ങിയാലോ? അപ്പം റെഡിയാണോ? അതിനെന്തെങ്കിലും മ്യൂസിക് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പം അതിലേക്ക് കിടക്കാം. റെഡിയല്ലേ? യെസ്. ഹലോ, ഓഡിയോക്ക് എന്തെങ്കിലും താമസമുണ്ട്? ഓഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കണേ. انتم ركزتمونا يعلم لا ايام عندنا عود مسرحيتنا اذا تبدا المسرحيه كيف انتهينا وانت اعلن هنا تعالين فضل هو ما هذا هكذا تمشي الملائكه للمسرحيه اسلوب هذا ليس هكذا ما انتم رفع ستار بين هذا فضل نبدا ماذا يا سيدي ماذا رفع ستار ابدا انت جيسي الاشياء وهم جالسا هناك ناديهم هيا نبدا المسرحيه حقيقه എനിക്കാണേലേ ആദ്യം ഒരു സംശയം, പാട്ട് മാറി ഈ കുട്ടി വഴക്ക് പറഞ്ഞത് വഴക്ക് പറഞ്ഞതാ. അത് കഴിഞ്ഞിട്ട് എന്താ വഴക്ക് പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഡാൻസ് കളിച്ച് നിൽക്കാണോ? പരിപാടി തുടങ്ങാൻ നാളെ പരിപാടി പ്രാക്ടീസ് ചെയ്യണ്ടേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് എന്താ പെട്ടെന്നൊരു നാണം വന്നല്ലോ? അത് കറക്റ്റും പെട്ടെന്ന് പൊങ്ങി പറയുന്നതിന് മുമ്പ് ഞാൻ വെച്ചിന് തെറ്റിപ്പോ നാണിച്ചായിരിക്കും ഓഡിയൻസ് ഒക്കെ ഉണ്ടാവാ. ഓ അങ്ങനെ. അപ്പൊ അതാണ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പെട്ടേനെ. അതെ, എനിക്ക് കഴിഞ്ഞിട്ട് മനസ്സിലായില്ല. ഇനി നാടകമാണോ എന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു ഞാൻ. അപ്പൊ നമുക്ക് പേര് വെച്ച് തുടങ്ങാം. അറുവ, സൈന, ഇസ്രാനൂർ, ഹിദ, ഫിദ, ഐഷ, ആദിൽ ഷമീർ, അൻസൽ, മുഹമ്മദ് സാബിർ അലി. മാഷിന്റെ പേരും കൂടെ ഒന്ന് പറയണം. എന്റെ പേര് സാദിഖ്. ടീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ടീച്ചേഴ്സ് എന്തേ? എന്റെ പേര് സക്കീന. ഫ്രണ്ട്സ് ആണോ? അല്ല, നാടകത്തിൽ പിന്നണിയായിട്ടാണ്. ടീച്ചറുണ്ട് ഇവിടെ. ടീച്ചർ പിന്നിൽ മറിഞ്ഞു നിൽക്കുന്നത്. ടീച്ചറെ, എന്റെ പേര് ഫൗസിയ. അപ്പം എന്താ സബ്ജക്ട്? എന്താ ടീച്ചർമാരുടെ സബ്ജക്റ്റുകളെ? എല്ലാരും അറബിക് ടീച്ചർമാരാണ്. ഒപ്പം വന്നതാ. വേറെ ബാക്കി കുട്ടികളൊക്കെ നിങ്ങളുടെ സ്കൂളിലെ? വേറെ സ്കൂളുണ്ട്. കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ ജില്ലയിലെ സ്വർണ്ണ കപ്പ് കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ഞങ്ങൾ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അപ്പൊ ഇത്തവണയും
തീർച്ചയായിട്ടും ഷുവറായിട്ടും തീർച്ചയായും അപ്പം ശക്തന്റെ പിള്ളേര് കപ്പെടുക്കും. കപ്പെടുക്കും. സാറേ റിസൾട്ട് വന്നായിരുന്നോ? രാത്രിയാവല്ലേ? എ ഗ്രേഡ് ഉറപ്പല്ലേ? പിള്ളേര് തകർത്ത് 100% ഉറപ്പാണ്. എ ഗ്രേഡ് ഉറപ്പാണ്. വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? വേറെ എന്താ പറയാ, കുറച്ച് അധികം ഇനങ്ങളുണ്ട്. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായിട്ട് ഉണ്ട്. അപ്പൊ അറബിക് കലോത്സവത്തിൽ നിറസാന്നിധ്യമായിരുന്നല്ലേ? സാന്നിധ്യം. അതെ. അപ്പൊ എന്തായാലും തകർത്ത്. അതെ. അപ്പൊ താങ്ക് യു. എ ഗ്രേഡ് വാങ്ങുക, സ്വർണ്ണക്കപ്പ് തീർച്ചയായും തൃശ്ശൂരിന് തന്നെ. അതെ. ഓക്കെ. ഓക്കെ. അപ്പം അതാണ് Thank you. ശക്തന്റെ പിള്ളേരുടെ വിശേഷം. അതെ, ആദ്യം ഇനി അടുത്തത് ഇനി ഞാൻ പറയാം. 3ാം സ്ഥാനം തൃശ്ശൂരിനാണ്. തൃശ്ശൂരാണ്. പക്ഷെ 3ാം സ്ഥാനം പാലക്കാടിനുണ്ട്. അതെ. കാരണം കൃത്യം ഒരേ പോയിന്റ്. അപ്പൊ നമുക്ക് മക്കളെ പാലക്കാടിനെയും തൃശ്ശൂരിനെയും ഒരുമിച്ച് വിളിക്കാം. അവര് തീരുമാനിക്കട്ടെ. അതെ. അല്ലേ? ഇത് പാലക്കാട്. മനസ്സിലായോ? പാലക്കാടല്ലേ? അല്ല, അവനെ മനസ്സിലായോ? ദേശഭക്തി ഗാനത്തിലെ ഒരേ ഒരു ആൺതരി. അതെ, അവന്റെ മുഖം കണ്ടപ്പോഴേ. പേരൊന്നും കൂടെ പറഞ്ഞു. പേര് ദേവദത്തൻ. മോൻ തൃശ്ശൂര് അല്ല പാലക്കാട്. യെസ്. മോന്റെ പേര് സിദ്ധാർത്ഥ്. തൃശ്ശൂര്. സ്കൂൾ ഏതാ? ശ്രീ ദുർഗാവിലാസം പേരാമംഗലം. മോന്റെ സ്കൂളോ? BSS ഗുരുകുലം ആലത്തൂര്. BSS ഗുരുകുലം. അപ്പം നമുക്ക് അവരുടെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യം തൃശ്ശൂർക്കാരൻ അവതരിപ്പിക്കുകയോ പാലക്കാട് അവതരിപ്പിക്കുകയോ? ആരാ? പാലക്കാട്. അപ്പം നമുക്ക് ആ മൈക്ക് ഒന്ന് റെഡിയാക്കണം അല്ലേ? അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഒരു വേദിയിലേക്ക് പോയിട്ട് വരാം. ഉയിർ കൊടുത്താൽ ദേവമ്മ അമ്മാമൻ പൊട്ടുവമ്മൻ വേപ്പലക്കാരി നമ്മ ചെമ്പവളക്കരുമാരി നമ്മയാളും അലങ്കാരി ഘോരമാന പെരുമഴയില് കൂറ്റാക്കൂറ്റിരുട്ടില് ആരോ നടു ആറ്റിലെ തള്ളിവിട്ട പൊണ്ണ് കാവേരിയാറ്റിലെ ഒഴുകി വന്ന പൊണ്ണ് അഴകിയാന 5 വയതു പൊണ്ണ്. വിശേഷങ്ങളുമായി കലോത്സവ വേദിയിലേക്ക് തന്നെ തിരികെ പോവാം. അങ്ങനെ ഇവിടെ പാഠകം കലാകാരന്മാർ റെഡിയാണല്ലേ? പാലക്കാടുമുണ്ട്, തൃശ്ശൂരുമുണ്ട്. ആദ്യം പാലക്കാട് ദേവദത്തന്റെ പാഠകം കേൾക്കാം. അതിനുശേഷം തൃശ്ശൂര്. ഓക്കെ, തുടങ്ങിയോ? ഏവമുക്തവതി രാമജീവിതേ താം പ്രണമ്യ വിഹിത പ്രദക്ഷിണ ദക്ഷിണ പരബലാവമർദ്ദനേ മർദ്ദിതും പുരമഥ പ്രചക്രമേ രാമജീവിതേ ഏവം ഉക്തവതി. രാമപത്നി പ്രകാരം മുക്തവതിയതിനു ശേഷം ആ ശ്രീ ഹനുമാന്റെ ഒരവസ്ഥ നേരുന്നെന്നാണെങ്കിൽ തന്റെ ശാപമോക്ഷത്തിന് ശേഷം രാമഹരത്തെ ചെയ്യുവാനെ കൊണ്ട് അവിടെ നിങ്ങോട്ട് പുറപ്പെട്ടു. സകല വാനരവീരന്മാരോടും പറഞ്ഞ് ലങ്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കൊടുത്തു ചാട്ടം. ചാടിയ സമയത്തിൽ നിന്നുണ്ടായത് മാർഗവിരോധമായി വന്നിരിക്കുന്ന ആ മൈനാകം പർവ്വതത്തെ തന്റെ മാറുകൊണ്ട് തട്ടി നീക്കി ഈ ശ്രീ ഹനുമാൻ. അതിനുശേഷമോ ആഗ്രാഹിണിയായിരിക്കുന്ന സിംഹികയെ അനുഗ്രഹിച്ച് സന്ധ്യാസമയത്തിങ്കൽ ലങ്ക രാജധാനിയെ പ്രാപിച്ചു. പാലക്കാടുകാരൻ കൊള്ളാം അല്ലേ? അതെ. എന്നോട് ചോദിച്ചത് എങ്ങനെ പഠിച്ചേന്ന്. എങ്ങനെ പഠിച്ചത്? അത് സ്കൂളിൽ അതിനായിട്ട് സ്പെഷ്യൽ എക്സ്പെർട്ട് വരും എല്ലാ വീക്കിലെ മനസ്സിൽ. ഞാൻ പഠിക്കുന്ന ഇല്ലായിരുന്നു പാഠകം. പൊതുവെ നമ്മളിപ്പം അധികം ആൾക്കാരും കേൾക്കുന്നില്ല. നമ്മൾ കലോത്സവ വേദിയിലാണ് ഇപ്പൊ പാഠകം കൂടുതലും കാണാറുള്ളത്. അപ്പൊ പാലക്കാടുകാരന്റെ കേട്ട് പാലക്കാടുകാരൻ ഇപ്പൊ നിലവിലൊന്ന് മുന്നിൽ നിൽക്കുവാണ്. തൃശ്ശൂർകാരൻ അതൊന്ന് കയറി അടിക്കണം കേട്ടോ. പാലക്കാടും തൃശ്ശൂരും 3ഉം 4 സ്ഥാനത്തും ഒപ്പത്തൊപ്പം നിൽക്കുക. ഇപ്പം ഇത് രണ്ടും കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് തീരുമാനിക്കാൻ 3ാം സ്ഥാനം പാലക്കാടാണോ തൃശ്ശൂരാണോ, അല്ലെങ്കിൽ അവർ കപ്പ് കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് ഇവിടെ തീരുമാനിക്കണം കേട്ടാ. തകർത്തോണം. അപ്പൊ തൃശ്ശൂർകാരന്റെ
എങ്കിലോ പണ്ട് യദുവംശശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൗത്യത്തെ നിർവഹിപ്പാനായിക്കൊണ്ട് ദാരുകോപസ്ഥാപിതമായിരിക്കുന്ന രഥത്തിൽ കയറി ഹസ്തിനാപുരിയെ പ്രാപിച്ച് അന്നു രാത്രി വിദുരഭവനത്തിങ്കൽ കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിങ്കൽ കൗരവസഭയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ സമയത്തിങ്കൽ കൗരവ ചക്രവർത്തി ദുര്യോധനൻ തന്റെ സഭാവാസികളോടായിക്കൊണ്ട് ഈ വണ്ണം പറവൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്: ഹേ ഭൂപാ ശൃണുതാദരാദു ഭഗതോ ദൂത പ്രധാ ജന്മനാം മായാമോഹിതമൂഢലോകകലിത പ്രൗഢിസ്സ ഗോപാലക പ്രത്യുത്ഥാസ്യതി യോസ്യ ദാസ്യതി സ മേ ദണ്ഡ്യ സുവർണം മിതം ഭാരദ്വാദശകേന ശാസന നിരാകർത്ത ജഗത്യാമിതി. പാടാറിയണത് ഇതിന്ന് കണ്ടുപിടിക്കാൻ പാടാം. അക്ഷരസ്ഫുടത നമുക്ക് നല്ലോണം വേണം. അതെ അതെ, രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. അതെ. ഇപ്പൊ പക്ഷെ നിലവിലെ പാലക്കാട് ഒന്ന് ചെറുതായിട്ട് പോയിന്റ് നിലയിൽ ഒന്ന് കയറി, 2 പോയിന്റ് കയറിയിട്ടുള്ളൂ. അതെ. ഓക്കെ തൃശ്ശൂരത്ത് കേട്ടോ, 2 പോയിന്റ് കയറിയിട്ടുള്ളൂ. അത് പിടിക്കാം. കപ്പടിക്കുമോ തൃശ്ശൂര്? തൃശ്ശൂര് കപ്പടിക്കും. കപ്പടിക്കും. കപ്പ് കൊടുക്കത്തില്ലല്ലേ ഇവിടെ? ആ കപ്പ് അനക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം പാലക്കാട് പറയുന്നു പാലക്കാടന്ന് എടുക്കും. അതൊക്കെ 1 പോയിന്റ് വ്യത്യാസം കഴിഞ്ഞല്ലോ. ഒന്ന് ഇക്കൊല്ലം തൃശ്ശൂർ 1 പോയിന്റ് വ്യത്യാസത്തിൽ വരും. വശങ്ങളൊക്കെ അറിയാം. ഓ, കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടല്ലേ? രാത്രി ഒന്നും ഉറക്കമില്ല. പാലക്കാട് ഒക്കെ എണ്ണി നോക്കാം. കണ്ണൂരിനെ കപ്പടിക്കാൻ കാൽക്കുലേഷൻ. അവിടുന്ന് എ ഗ്രേഡ് കിട്ടിയാൽ സി ഗ്രേഡ് കിട്ടി നമ്മൾ തൂക്കുമെന്നാണല്ലോ. 12 കൊല്ലമായിട്ട് കപ്പ് ഗുരുകുലത്തിൽ തന്നെയാണ്. ഗുരുകുലത്തിന് തന്നെയാണ് ഗുരുകുലം. അപ്പം ഗുരുകുലത്തിന്റെ കൂടെ പാലക്കാടും കപ്പടിക്കുവോ? ചിലപ്പോ പാലക്കാട് കപ്പടിക്കും. പാലക്കാട് കപ്പടിക്കില്ലേ? പാലക്കാട് കപ്പടിക്കുന്നൊന്നുമില്ല. അപ്പം എന്തായാലും തകർത്തല്ലേ? 2 പാടകം കലാകാരന്മാരും തകർത്ത്. പാടകം കണ്ടില്ലേ? പാടകം കാണണമെന്ന് പറഞ്ഞു. രാവിലെ ഞങ്ങൾ പറഞ്ഞതേ പാടകം എന്താന്ന് അറിയത്തില്ല, കാണണമെന്ന്. അത് ആദ്യം എന്തായാലും പൊളിക്കാൻ പറ്റി. യെസ്, അപ്പൊ താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി അടുത്തതെന്താ? യെസ്, വഞ്ചിപ്പാട്ട്. കടന്നു വരൂ. അപ്പൊ അതിന് എന്തായാലും മൈക്ക് വേണം. മൈക്ക് എന്തായാലും വേണം അല്ലേ? മൈക്ക് വേണം. ഇങ്ങനെ വെക്കട്ടെ. ഓക്കെ, അത് അങ്ങ് നേരത്തെ നിന്നോ. ഏതാ ജില്ല? കാസർഗോഡ് എന്നാണ്. അതെ. അപ്പം പേര് ചോദിച്ചു പോകണം. നമുക്ക് വഞ്ചിപ്പാട്ടിന്റെ എനർജി കേട്ടിട്ട് പേര് ചോദിക്കണം വേണ്ടതെന്ന് ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ. അതെ അല്ലേ? നമ്മളൊക്കെ ഒരേപോലെ എല്ലാരും കയ്യിലിക്കാരാ. അപ്പം ഓ എന്റെ പൊന്നേ, ഒരറ്റടി തീർന്നു. എന്നാ തുടങ്ങുമല്ലേ? റെഡിയല്ലേ? ഓക്കെ. ഏവർക്കും നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ ഏറ്റവും മനോഹര കാവ്യമായ കരുണയിൽ നിന്നും ബുദ്ധസന്യാസിയായ ഉപഗുപ്തനെ കാത്തിരിക്കുന്ന വാസ്തവത്തെ വർണ്ണിക്കുന്ന ഭാഗം വഞ്ചിപ്പാട്ടിലെ ഏറ്റവും കരുത്തുറ്റ കുട്ടനാടൻ ശൈലിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. സ്വീകരിച്ചാലും.
അതെ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ പെർഫോമൻസ് തൂക്കിയത് എവിടെന്നറിയോ? ഫസ്റ്റത്തെ ആർപ്പോയില്. എങ്ങനെ അത്രയും നേരം നിർത്താതെ പറയുന്നില്ലേ? എന്താണെന്നറിയോ? ആ ആർപ്പോ കേട്ടിട്ട് വടക്കുന്നതിനുണ്ട് എന്താ പൂരായ. അതെ അതെ, ഒന്ന് നിർത്താതെ ഒന്നും കൂടെ ഒരു ആർപ്പോ കൂടെ. അത് ശ്രുതിശുദ്ധമായ ആർപ്പോയാ കേട്ടോ. എവിടെ വെള്ളിയും വ്യാഴം ഒന്നുമില്ല. അതെ, ഒന്നും കൂടെ ഒന്നുകൂടെ നമുക്കും കൂടെ കൂടിയാലോ? ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ആർപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞേ? അത് വേണ്ട, നമുക്ക് ആർപ്പോ മതി. നമുക്ക് ആർപ്പോയിൽ വിളിക്കാം. കർക്കതിയോ അവര് പറയും. അതെ, ആർപ്പോ തുടങ്ങാം. പയൽവാൻ ജയിച്ചു. ഈ പകുതി ആർപ്പോലിന്റെ നെഞ്ചൊക്കെ പോയി. അയ്യോ, തീരുമാനമായി. അപ്പൊ എന്തായാലും റിസൾട്ട് വന്നോ? വന്നു. എ ഗ്രേഡ് അല്ലേ? എ ഗ്രേഡ് വിത്ത് ആ ആർപ്പോയാ തൂക്കിയത്. ബാക്കി എനർജി വന്നപ്പോഴേ ആ ആർപ്പോയിൽ ഇവര് ആർപ്പോ കഴിഞ്ഞപ്പോ എല്ലാവർക്കും എനർജി അങ്ങ് സ്പ്ലിറ്റ് ചെയ്യേ. ഇവിടെ തേടി കിട്ടി. അതെ, അതാണ് അത്. അവര് കണ്ടില്ല, കാണാത്തത് ഇങ്ങ് എത്തിയപ്പം അത് കിട്ടി അല്ലേ? അപ്പൊ കാസർഗോഡ് കപ്പടിക്കുവോ? ഉറപ്പാണോ? ഉറപ്പാ. കണ്ണൂരാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. കേട്ടായിരുന്നു അത്. കട്ടോണ്ട് പോണ്ടി വരുമെന്ന്. കൊള്ളമാക്കുവോ? നമ്മളെ സ്കൂളിൽ നിന്ന് വന്ന 4 ഐറ്റമും കിട്ടും. എന്നാലും ഒരെണ്ണത്തിന് വരാനുണ്ട്. ഇനി ഏതാ? അറബിക് നാടകം. അതും കിട്ടും. 5 ഉറപ്പിക്കും. 5 ഉറപ്പിച്ച്. അപ്പൊ കാസർഗോഡ് ഇപ്പൊ എത്ര സ്ഥാനത്താ? 9ാം സ്ഥാനത്താ കാസർഗോഡ്. 786 പോയിന്റ്. പറയട്ടെ, 834 പോയിന്റ് ആണ് കണ്ണൂർ ഇപ്പൊ നിലവില്. 862 കണ്ണൂര്. 700 എത്രയോ? 789. 789 ഉറപ്പിക്കാം. 791. മോശമൊന്നുമില്ല. 100 പോയിന്റ് അല്ലേ? ഒറ്റയടിക്ക് പിടിച്ചാൽ മതി. ഇനി കാസർഗോഡുകാർക്ക് വേറെ ഇല്ലേ ഇനങ്ങള്? ഉണ്ടല്ലോ. കോൺഫിഡൻസ് വാരി വെതറോ? കട്ടൗണ്ട് എന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസേ. അതെ, കപ്പൊക്കെ കട്ടൗണ്ട് വന്ന് ഇവളാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. അത് സ്വർണ്ണക്കപ്പാണ്. കേസ് മാറിപ്പോവില്ലേ? ഓൾറെഡി ഒരു സ്വർണ്ണപ്പാളി കാരണം മൊത്തം പ്രശ്നം. അതെ, കപ്പ് കൂടെ പോയാ. പക്ഷെ അല്ല, 100 പോയിന്റ് വ്യത്യാസം ആണെങ്കിൽ പിടിക്കാനൊക്കെ പറ്റും കേട്ടോ. ബാക്കി ഇനങ്ങളുണ്ടല്ലോ, നോക്കാം. പക്ഷെ കോൺഫിഡൻസ് കളയണ്ട. കാസർഗോഡ് കപ്പടിക്കുവോ? അവളാ പറയട്ടെ. കാസർഗോഡ് കപ്പടിക്കുവോ? അടിക്കും. കുഴപ്പമില്ല. എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? ഇല്ല. അതെ, ലൈവാണ്, റെക്കോർഡാണ്. പോവല്ലേ? അതെ, എന്തായാലും താങ്ക് യു. യെസ് സാറേ, ഒന്ന് വന്നാട്ടെ. സാറിന്റെ പേര്? HM ഉണ്ടോ മൈക്കിൽ? സാറിന്റെ പേര് പറഞ്ഞോ? എന്റെ പേര് സജി താനിക്കൽ. തൃശ്ശൂർ തന്നെയാണ് താമസിക്കുന്നത്. തൃശ്ശൂർ മരോട്ടിച്ചാലാണ്. സുവോളജിക്കൽ പാർക്കിന്റെ അടുത്താണ് താമസിക്കുന്നത്. വഞ്ചിപ്പാട്ട് പഠിപ്പിക്കുന്ന 2012 മുതൽ വഞ്ചിപ്പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം എല്ലാ വർഷങ്ങളിലും സ്റ്റേറ്റിൽ കുട്ടികളുണ്ട്. കാസർഗോഡാണോ സാറ് വർക്ക് ചെയ്യുന്നത്? അല്ല, കാസർഗോഡല്ല, വീട് തൃശ്ശൂരാണ്, മരോട്ടിച്ചാല്. ഇവരെ കാസർഗോഡ് കുട്ടികളാണ്. അപ്പൊ സാറ് തൃശ്ശൂർ കപ്പ് അടിക്കുവോ? തൃശ്ശൂർ കപ്പടിക്കാൻ സാധ്യത. 2ാം സ്ഥാനത്തല്ലേ തൃശ്ശൂർ, കോഴിക്കോട്. കാസർഗോഡാ സാറേ? കാസർഗോഡ് പിള്ളേർ കാസർഗോഡ് ഞങ്ങള് ശ്രമിക്കുന്നുണ്ട്. ശ്രമമുണ്ട്. എന്തായാലും ഒരു കഷ്ടപ്പാട്. തൃശ്ശൂർ നിൽക്കണോ കാസർഗോഡ് നിൽക്കണോ? ഏകദേശം 100 പോയിന്റ് വ്യത്യാസം ഉണ്ടല്ലോ. 100 പോയിന്റ് വ്യത്യാസമുണ്ട്. വേണമെങ്കിൽ നോക്കാം അല്ലേ? എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള. പക്ഷെ അങ്ങനെയല്ല. കഴിവുണ്ടെങ്കിൽ കുഞ്ഞി ഇനങ്ങളുണ്ടെങ്കിൽ അറിഞ്ഞ് മത്സരിച്ചാൽ കിട്ടാതിരിക്കത്തൊന്നുമില്ലല്ലോ അല്ലേ? കഷ്ടപ്പെട്ടാൽ കിട്ടാതിരിക്കത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷ കളയണ്ട, കോൺഫിഡൻസ് ഒട്ടും കളയണ്ട. അപ്പൊ നിങ്ങളുടെ HM എവിടെ? HMന്റെ പേരെന്താ? അനിൽകുമാർ. എങ്ങനെയുണ്ട് പിള്ളേർ? എങ്ങനെയുണ്ട്? നല്ല കുട്ടികളാണ്. അപ്പൊ ഞങ്ങള് അപ്പീൽ വഴിയാണ് വന്നത്. നല്ല കുട്ടികളാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അവളാണ് SPC ലീഡറാണ്. ആണല്ലേ? ഓ, കേട്ടോ. മറ്റേ ഇതാ എന്താ നമ്മുടെ പറഞ്ഞോട്, 2025 സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് കമാൻഡർ.
ആ ഒരു ആർപ്പയിൽ കാണാൻ പറ്റിയത് നാളെ കുറച്ച് കഴിയുമ്പോ പോലീസിലോട്ട് പോവോ? പോലീസിലോട്ട് പോകാനാ? അപ്പൊ നാളെ ഞങ്ങൾ ബൈറ്റ് എടുക്കാൻ വരുമ്പം ന്യായത്തിന്റെ ഭാഗത്താന്ന്. ഞങ്ങൾ ന്യായത്തിന്റെ ഭാഗത്താ, പക്ഷെ എന്നാലും പ്രതികരിക്കണം ഞങ്ങളോട്. ബൈറ്റ് തരത്തില്ലെന്നൊന്നും പറയില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു. ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്. ഓ എന്റെ ജില്ലയാണ്. അയ്യോ, അതടുത്തത്. സാറ് കണ്ണൂർ ജില്ലയാണ്. സാറേ എങ്ങനെ സ്വന്തം സ്ഥലം. സ്വന്തം സ്ഥലം. അപ്പൊ കണ്ണൂർ വെക്കോ കാസർഗോഡ് വെക്കോ? കണ്ണൂരാണല്ലോ ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒന്നാം സ്ഥാനത്തെത്തണം. അല്ലല്ല, അത് പോരാ, അത് എളുപ്പമായി. ഒന്നും കൂടെ പറ, കണ്ണൂർ വെക്കോ കാസർഗോഡ് വെക്കോ? മിക്കവാറും കണ്ണൂർ വെക്കും. കണ്ണൂർ വെക്കോന്ന് നിങ്ങളുടെ HM പറയാ, കണ്ണൂർ വെക്കോന്ന്. അപ്പൊ വലിയ നേട്ടം നേടിയിട്ടുണ്ട്. അടിപൊളി 5 മത്സരങ്ങളിൽ ഞങ്ങൾ എ ഗ്രേഡ് ആണല്ലോ. എന്തായാലും കുട്ടികളെ പരിചയപ്പെട്ടിട്ടില്ല. നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ പേര് എന്തെത്ര നാണ്? ആസിയ ഫർഹത്ത് വയ്യേ, ഫാത്തിമ ഷഹനാസ്, ആയിഷ, നുഹ ഫാത്തിമ. ഏതാ? നുഹ ഫാത്തിമ. ആ പേര് ഞാൻ മറക്കത്തില്ല. ഫാത്തിമത്ത് ഫർസി, ഖദീജ, ഫാത്തിമത്ത് സെൽവ, ധ്രുവി, ഖദീജത്ത് നാജിയ, ഷിഫാന. യെസ്. നമ്മളെ ഈ നിലയ്ക്ക് ഇവിടത്തേക്ക് എത്തിച്ച ടീച്ചേഴ്സിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞാൽ. ക്ലാസ് ടീച്ചറാണ്, നുഹയുടെ ക്ലാസ് ടീച്ചറാണ്. ന്യൂ ഫാത്തിമയുടെ ക്ലാസ് ടീച്ചർ അല്ലേ? സിന്ധു എന്ന പേര്. 2 കുട്ടികളായിരുന്നു എന്റെ ക്ലാസ്സിൽ ഉണ്ടായത്, നുഹ ഫാത്തിമ, ഷഹനാസ്. യെസ്. അപ്പം ഇനിയുണ്ടല്ലോ, ഞാൻ ഉറപ്പിച്ച് ഇനി ന്യൂ ഫാത്തിമയെ കാണുമ്പം ന്യൂ ഫാത്തിമ IPSനെ കാണത്തുള്ളൂ. അതെ അതെ അതെ, ഇനി എപ്പോ കണ്ടാൽ മതി. അപ്പൊ താങ്ക് യു. തകർത്ത്. ഒരു ടീച്ചറിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞട്ടെ. എന്റെ പേര് രേഖ. ഫുൾ സപ്പോർട്ടാണ് ടീച്ചർ. ഓ, ടീച്ചറുടെ മോളാണ്. മോളെ ഞാൻ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്ന, ടീച്ചറുടെ മോളായതുകൊണ്ട് കുറച്ച് പ്രശ്നമാണല്ലേ സ്കൂളിൽ? ഒരു കാര്യം, നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലായ്മയുണ്ടോ? ഞാൻ പണ്ട് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. നമുക്ക് ഒരു കാര്യം, സാധാരണ പേപ്പറൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വീട്ടിൽ കൊടുക്കാതിരിക്കാം, പക്ഷെ എങ്ങനെങ്കിലും അറിയുമല്ലോ. അപ്പൊ എന്തായാലും താങ്ക് യു. തകർക്ക. ബാക്കിയും കൂടെ മത്സരങ്ങളൊക്കെ കണ്ടിട്ട് പോവാ. പറ്റുവാണെങ്കിൽ ആ കപ്പും കൂടെ എടുത്തു. ഏതാ? അല്ല, പോലീസ് ആവാൻ നിൽക്കുന്ന ആളാ കട്ടോണ്ട് പോകുന്നത്. അതെ, കൊള്ളാം. അപ്പം പിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ താങ്ക് യു. ഓക്കെ, യെസ്. ന്യൂ ഫാത്തിമ കാണണം കേട്ടോ, IPS. അടുത്ത ടീം നാടോടി നൃത്തമാണോ? നാടോടി നൃത്തം കറക്റ്റ്. നാടോടി നൃത്തം എന്നൊക്കെ പറയുമ്പോ അതിന് പറ്റിയൊരു രൂപത്തിലുള്ളൊരു വേഷം. ഓക്കെ, നമുക്ക് കുറച്ച് ബാക്കിലോട്ട് നിൽക്കാവേ. ഏത് ജില്ലയാണ്? തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂർ കപ്പ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുവോ? ആ കപ്പ് കൊടുക്കും. കപ്പ് കൊടുക്കാതെ കപ്പ് എടുക്കും ഇവിടെ തന്നെ. അവിടെ അനക്കാൻ സമ്മതിക്കണ്ട. ഇത് ശ്രദ്ധിച്ചോ? ഇത് നമ്മുടെ കാട്ടിലൊക്കെ ഉള്ള ഒരു ചെടിയിൽ ഇങ്ങനെ പിഴിഞ്ഞാൽ ഒരു ഷാമ്പു പോലൊക്കെ കിട്ടുന്ന സാധനം, അതല്ലേ ഇത്? അതാണല്ലേ ഇത്? ഇതിന്റെ പേരെന്താ? എന്തോ ഇല്ലേ പേര്? കുട്ടിയുടെ പേര് ജെനിഫർ. എത്രയിലാ? 9 ഹൈസ്കൂള്. അപ്പൊ ഇനി സമയമുണ്ട്. ഇതിനിപ്പോ എ ഗ്രേഡ് കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ റിസൾട്ട് വന്നോ? വന്നിട്ടില്ല. എ ഗ്രേഡ് ഉറപ്പല്ലേ? ഉറപ്പ്. കോൺഫിഡൻസ്. അപ്പൊ തൃശ്ശൂര് കപ്പ് കൊടുക്കില്ല. അപ്പൊ മ്യൂസിക് റെഡിയാണോ? യെസ്. അപ്പൊ നമുക്ക് അതിലേക്ക് കാണാം. ജിഞ്ചുമണി ജിഞ്ചുമണി ജുംബലക്കെ ജുംബ ജുംബാനെ ജുംബലേ ജുംബ എങ്കടെ കാടും കൂടിയും വിത്തിന്റെ ഇറക്കി നാട്ടിൽ വരുത്തിയിട്ട് എന്റെ ചതി ചെയ്തു. എന്തോ ഇതന്നെയാണോ പാട്ട്? ഇതന്നെയാണ് പാട്ട്. ചെറിയൊരു സാങ്കേതിക പ്രശ്നം, പെട്ടെന്ന് വരും. ശരിയാക്കി തരാം. ചേച്ചി കേൾക്കുന്നുണ്ട്.
പ്ലേ ആയതാ. ജിഞ്ചുമണി ജിഞ്ചുമണി ജുംബലക്കെ ജുംബ ജുംബാലെ ജുംബലേ ജുംബ എങ്കടെ കാടും കൂടിയും വിത്തിന്റെ ഇറക്കി നാട്ടിൽ വരുത്തിയിട്ട് എന്റെ ചതി ചെയ്തു കാട് പുതൊരു കാലമായടി കാട്ടുപെണ്ണിൻ ചന്തമായടി കാടിറങ്ങി വന്നവർ നാങ്കേ എങ്ങൾ പിറന്നു വീണ അമ്മയാകും കാടിനാണേ മുത്തപ്പൻ കുടിയിരിക്കും മുടിയുള്ളൊരു കാടിനാണേ തന്താനേ തലതന തന്താനേ തന്താനേ തലതന തന്നിന്നാനേ എൻ പേച്ചീതമ്മ. കാളിദാസൻ ഇതിനകത്തെ ആ. ഇത് ഒറിജിനൽ അല്ല, ഒറിജിനൽ അല്ലേ? ഒറിജിനലാടാ. എനിക്ക് ആദ്യം ഒന്ന് പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ എടുത്ത സമയത്ത് ചെവിയുടെ ഈ ഭാഗത്ത് കൂടെ പോയത്. പോയിരുന്നെങ്കിൽ കാളിദാസിന്റെ ചെവി പോയിരുന്നു. ഒന്നാമതേ അവര് കാത് കേൾക്കത്തില്ല, ഇനി ഇതും കൂടെ കുത്തിയിരുന്നെങ്കിൽ. അപ്പം എ ഗ്രേഡ് വന്നോ? റിസൾട്ട് വന്നു? ഇപ്പൊ വരും. അപ്പൊ ഇവിടെ നിൽക്കുമ്പോഴായിരിക്കും എ ഗ്രേഡ് വരുന്നത്. പിന്നെ വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ഞാൻ ഗ്രൂപ്പ് ഡാൻസിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതിനോ? എ ഗ്രേഡ്. അതല്ലാത്ത വേറെ ഏതെങ്കിലും ഇനങ്ങളും നിങ്ങളുടെ കൂട്ടുകാരുടെ ഇല്ല? സ്കൂൾ ഏതാ? സ്കൂൾ ഏതാ? സേക്രഡ് ആർട്സ്. ഓക്കെ. അപ്പം തൃശ്ശൂർ കപ്പ് കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. തൃശ്ശൂർ കപ്പ് കൊടുക്കുന്നില്ല എന്ന് ജെന്നിഫർ പറയുന്നു. ഓക്കെ. അപ്പൊ ഇനിയും ഉണ്ട് 3 കൊല്ലം. 9-ലല്ലേ? 9-ല്. ആ, ഇനിയുണ്ട് 3 കൊല്ലം സംസ്ഥാന കലോത്സവത്തില്. അപ്പം ഗംഭീരമായി. താങ്ക് യു. അപ്പൊ ഇനി അടുത്തെന്താ? ഇത് ഇരുള നൃത്തമാണോ പളിയ നൃത്തമാണോ? പളിയ നൃത്തമാണ്. കണ്ടില്ല. അപ്പൊ പളിയ നൃത്തം ഇന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇരുള നൃത്തം കൂടെ നമുക്കൊന്ന് കാണണം. മക്കളെ ഏതാ ജില്ല? കോട്ടയം. കോട്ടയം കപ്പെടുക്കോ? എടുക്കും. കോട്ടയം കപ്പെടുക്കും. എന്താ അവനോടൊന്ന് ചോദിച്ചാ കോട്ടയം കപ്പെടുക്കും? കോട്ടയം എടുക്കും. എടുക്കും. കുഴപ്പമില്ല. നമുക്ക് എന്നാ പരിപാടിയിലേക്ക് കേൾക്കാം. ആരാ ഇതിൽ പാടുന്നതാരാ? അവർ രണ്ടുപേരാ പാടുന്നേ. അപ്പൊ അതൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. തുടങ്ങാം. അപ്പോഴേക്കും നമുക്ക് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഒരു വേദിയിലേക്ക് പോയിട്ട് വരാം.
യെസ്, നമ്മൾ ഗോത്രകലയെ പളി നൃത്തം കാണാൻ പോവുകയാണ്. റെഡിയല്ലേ? ജില്ലയുടെ പളയ നൃത്തം. കോട്ടയം ജില്ലയുടെ പളയ കോട്ടയം ജില്ലയുടെ പളി നൃത്തം. റെഡിയല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. அந்த கம்மாக்கார ஓரத்திலே என்னதா என்னை கண்டகமே போனதனே சின்னதா. அந்த கம்மாக்கார ஓரத்திலே என்னதா என்னை கண்டகமே போனதனே சின்னதா. சும்மா நின்று பேசினாக்கா என்னதா, சும்மா நின்று பேசினாக்கா என்னதா. ஓ சொத்தழிஞ்சு ஓ புது சொத்தழிஞ்சு போயிடுமா சின்னதா. கக்கத்திலே ஓலா பெட்டி இருக்குது, அது கண்ணடிச்சு என்னையதான் மயக்குது. கக்கத்திலே ஓலா பெட்டி இருக்குது, அது கண்ணடிச்சு என்னையதான் மயக்குது. உன்னை மட்டும் மறக்க என்னால் முடியலே, உன்னை மட்டும் மறக்க என்னால் முடியலே. அந்த பச்சை கலர் மட்டும் என்ன மயக்குது, அந்த பச்சை கலர் மட்டும் என்ன மயக்குது. അതെ അതെ, പളി നൃത്തം ഞാൻ ആദ്യമായിട്ടാ പളി നൃത്തം കാണുന്നത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്നാത്ത സാധനം? സോഫ്റ്റ് തടിയാണ്, സോഫ്റ്റ് ആയിട്ടുള്ള തടി. തടിയാണോ? അപ്പൊ ഇതിന്റെ പുറകുള്ള ചകിരിയാ? ഇത് മറ്റേ കുളിക്കാൻ ഉപയോഗിക്കുന്നേ, കുളിക്കാൻ ഉപയോഗിക്കുന്നേ ഇഞ്ച. ഞാനത് ഉപയോഗിക്കാറില്ല. കുളിച്ചാലല്ലേ അറിയൂ അല്ലേ? കണ്ടോ, കിട്ടുന്ന സമയത്തൊക്കെ അത് ഇങ്ങോട്ട് അടിക്കും. തരാം സമയം. കളേഴ്സ് അതേപോലെ. ഇത് കണ്ടോ, തടിയാണ്, അതും തടിയാ. തടിയില് പെയിന്റ് ചെയ്തേക്കുന്നതല്ലേ? ഓക്കെ, കമ്മൽ ഉൾപ്പെടെ അങ്ങനെ കറക്റ്റ് ഒരു എങ്ങനെയാണ് പളി നൃത്തത്തിന്റെ രീതികൾ അതേ രീതിയിൽ തന്നെയാണ്. അത് കണ്ണൊക്കെ എഴുതിയ മുളയാണ്, മുളയിലാണ് അവരത് ചെയ്തേക്കുന്നത്. ഓ, അപ്പം നമുക്ക് മക്കളുടെ പേരൊന്ന് ചോദിച്ചു പോകണം. പേര് ശ്രീഹരി, ശ്രീഹരി, ആദർശ്, ശ്രീഹരി, 2 ശ്രീഹരി, ഹരിനന്ദൻ, രേണുക, വർഷ, ഐശ്വര്യ, ആർദ്ര, ബിയ, ദിയ, വൈഷ്ണവി, ഗോപിക, അലീസ, കാളിദാസ്. ഓക്കെ. അപ്പം എങ്ങനെയാ, എ ഗ്രേഡ് കിട്ടിയോ? കിട്ടി. ഇനിയും എന്തോ ഇനങ്ങൾ ഉള്ളത് ബാക്കി? ഇനിയിപ്പോ ഏതെങ്കിലും മത്സരങ്ങളും ഉണ്ടോ ഇനി? ഇല്ല, എല്ലാം കഴിഞ്ഞു. ആദ്യം ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇതിൽ സിംഗിൾ ഐറ്റംസ് ആരെങ്കിലും ഉണ്ടോ? സിംഗിൾ ആർക്കും ഇല്ല. സിംഗിൾ ആർക്കും ഇല്ല. അപ്പൊ കോട്ടയത്തിലേക്ക് കപ്പ് കൊണ്ടുപോവോ? എന്താ ഒരു ഊർജ്ജ. കഴിച്ചില്ലേ? കഴിച്ചു. എന്താ കഴിച്ചേ? ദോശ. ഉച്ചക്കോ? രാവിലെ കഴിച്ചതാണോ? ഉച്ചക്ക് കഴിച്ചില്ല, അതാണ് എനർജി ഇല്ലാത്തത്. അത് രാവിലെ കഴിച്ചതാ. എങ്ങനെ മത്സരമില്ലേ? അതെ അതെ. അപ്പൊ അതിന്റെ തിരക്കില്ലല്ലേ? എ ഗ്രേഡ് വന്നോ? റിസൾട്ട് വന്നു. എ ഗ്രേഡ്. അപ്പൊ പിന്നെ ഈ വൈകുന്നേരം അതിനെ കൂടെ ചേർത്തും കഴിച്ചാൽ ടീച്ചറോട് പറയണം കേട്ടോ. ആദ്യം നമ്മുടെ റൂട്ട് വരെ പോയി പഴയടത്തിന്റെ ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് ഞങ്ങൾക്ക് മതിയായില്ല ടീച്ചറെ, ഞങ്ങൾ ഉച്ചക്കത്തെ ഇതും കൂടെ ചേർത്ത് മന്തി കഴിക്കാൻ മതി. കുഴിമന്തി ആവട്ടെ. ആ, അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അല്ല, നിങ്ങളുടെ സ്കൂൾ ചോദിച്ചില്ല? കിടങ്ങൂർ. യെസ്, അപ്പൊ താങ്ക് യു. ഓക്കെ, എന്തായാലും പളിയ നൃത്തം കണ്ടു. കുട്ടികളുടെ വാദ്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് അതിന്റെ ഒരു കുറവ്. പക്ഷെ ഒന്നും കുഴപ്പമില്ല, അവർക്ക് എ ഗ്രേഡ് കിട്ടി. അതെ, അവർക്ക് എ ഗ്രേഡ് കിട്ടി. നമ്മുടെ അടുത്തങ്ങ് വന്നതാ. അപ്പം ഇനിയിപ്പം ഇരുള നൃത്തം നമുക്ക് കാണണം. പക്ഷെ നമുക്ക് അടുത്തത് കാവ്യകേളിയാണ്. കാവ്യകേളി. എന്താ കാവ്യകേളി? അറിഞ്ഞൂടാ? എനിക്ക് പറഞ്ഞൂടാ. വാ. കാവ്യകേളി. പേര് ഋതുപർണ. ജില്ല? കോഴിക്കോട്. എവിടെ? കോഴിക്കോട് സിവിലിന്റെ അടുത്ത്. സ്കൂൾ ഏതാ? സാമോറിൻസ്. അടുത്താണോ? അടുത്തല്ല, അത് നമ്മുടെ തളി ക്ഷേത്രത്തിന് അടുത്താ. സാമൂതിരി അറിയാമോ? കോഴിക്കോട് സാമൂതിരി കേട്ടിട്ടുണ്ട്. അറിയത്തില്ല. സാമൂതിരി ആരാണെന്ന് പറഞ്ഞു കൊടുത്തേ. സാമൂതിരി മലബാർ. പേഴ്സണലി പരിചയമില്ലല്ലോ, എനിക്ക് കേട്ടുകേൾവി. അയ്യോ, ഞാൻ ഇന്നലെയും കൂടെ കണ്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഓർത്ത് പോയടേ ഇവിടുന്ന്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ കാവ്യകളി എന്തോന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞേ. മലയാളത്തിലെ ദ്രാവിഡ വൃത്തങ്ങളിലെ കാവ്യതയിലെ 8 വരി കാവ്യഖണ്ഡങ്ങള് വൃത്തങ്ങൾ. ദ്രാവിഡ വൃത്തത്തിലെ കാവ്യഖണ്ഡങ്ങള് കുട്ടികൾ 8 വരി ചൊല്ലും. അപ്പൊ ഒരാൾ ചൊല്ലിയതിന്റെ 5ാമത്തെ വരിയിൽ ആദ്യത്തെ അക്ഷരം വെച്ച് അടുത്ത ആൾ ചൊല്ലും. എല്ലാവരും നിരന്നിരുന്നിട്ടാണ് ഈ മത്സരം നടത്തുന്നത്. അക്ഷരശ്ലോകം പോലെ. അക്ഷരശ്ലോകം
പുസ്തകം പോലെ പക്ഷെ മലയാളം കാവ്യം വെച്ചിട്ട്. മലയാളം കാവ്യം. ഓക്കെ, അപ്പൊ നമുക്കെന്നാ അത് കേൾക്കാം, അല്ലേ? അതിലോട്ട് കിടക്കാം. കരകളോടന്ത്യ മൊഴികൾ മൂളിയ പുഴതൻ ഭംഗിയും നീങ്ങി വരണ്ട നാവുപോൽ ജലം കൊതിച്ചൊരാ വഴി പുഴയോടിണങ്ങി ഇരുഭാഗത്തിലായി പകുത്തു പിന്നിയ ചിക്കുരം മാതിരി പാടം അതിൻ കരയിലായി മുകുള പാണി പോൽ കടത്തുകാരന്റെ മാടം. അതാണ് കാവ്യകേളി. അതായത് 8 ശ്ലോകങ്ങൾ അല്ലേ? 8 വരി ഒരു കവിതയിലെ എവിടെന്നെങ്കിലും എടുക്കാം 8 വരി. പക്ഷെ 8 വരിന്റെ ഉള്ളിൽ അർത്ഥം പൂർണ്ണമാവണം. 5ാമത്തെ വരിയിൽ ആദ്യത്തെ അക്ഷരം ക്ലിയർ ആയിരിക്കും. അതെല്ലാം വൃത്തങ്ങളുള്ള കവിത. ദ്രാവിഡ വൃത്തത്തിൽ അതെന്താ ദ്രാവിഡ വൃത്തം? ദ്രാവിഡ വൃത്തം എന്ന് പറഞ്ഞാൽ ദ്രാവിഡ വൃത്തം അത് തന്നെയാണ് ദ്രാവിഡ. അതായത് സംസ്കൃത വൃത്തങ്ങളുണ്ട്, അതിലാണ് മഞ്ചരി വൃത്തമൊക്കെ. അതൊക്കെ രണ്ടക്ഷരം കുറഞ്ഞിടുകിൽ അത് മഞ്ചരിയായിടും. എനിക്ക് പണ്ട് മാത്രമേ അറിയൂ. മഞ്ചരിയുടെ ലക്ഷണങ്ങൾ പറയാൻ പറഞ്ഞു, ഓർമ്മയില്ല? പണ്ട് മലയാളത്തിൽ ക്ലാസ്സിലില്ലായിരുന്നു തോന്നുന്നു, ഓഫായിരുന്നു. 2ാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞിടുകിൽ അത് മഞ്ചരിയായിടും. ഓർമ്മയില്ല. പാവം കൊച്ചാ ഇത്. കുറച്ച് മലയാളമൊക്കെ. അപ്പൊ എന്താ മോളെ എത്രയിലാ? 9th. ഇനിയുണ്ട് വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? ഇല്ല, ജില്ലയിലുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റേറ്റിലേക്ക്. ജില്ലയിൽ ഏതൊക്കെ ഇനങ്ങളായിരുന്നു? ജില്ലയിൽ കവിതയും കൂടി ഉണ്ടായിരുന്നു, മലയാള കവിത. അപ്പൊ കവിത ഏതാന്ന് ചൊല്ലിയത്? ജില്ലയിൽ ചൊല്ലിയത് കിരാതം. ആരെഴുതിയതാ? എസ് രമേശൻ നായർ. എസ് രമേശൻ സാറിന്റെ. ഓക്കെ. അപ്പം പദ്യം ചൊല്ലല് അത് ഡിസ്ട്രിക്ട് വരെയായിരുന്നു അല്ലേ? ഡിസ്ട്രിക്ട് ജില്ല വരെയായിരുന്നു. ഇവിടെ കാവ്യകേളി. ജില്ല ഏതാ? കോഴിക്കോട്. പെട്ടെന്ന് മറന്നുപോയി. ഞങ്ങൾക്ക് 2 മറവിയുണ്ട്. അതാ സാമൂതിരിയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പം കോഴിക്കോടല്ലേ കപ്പെടുക്കുക അല്ലേ? 10 പോയിന്റ് വ്യത്യാസമുണ്ട്. പിടിക്കുവോ? കുഴപ്പമില്ല, നാളെ ദിവസമല്ലോ. എ ഗ്രേഡ് ഇല്ലേ? എനിക്കുണ്ട്. ഇതിന് എ ഗ്രേഡ് ഉണ്ട്. ആ എ ഗ്രേഡും കൂടെ അങ്ങോട്ട് വന്നല്ലോ. അതായിരിക്കും നേരത്തെ പെട്ടെന്ന് മാറിയത് അല്ലേ? അതെ. അപ്പം നാളെയും കൂടെ ഒരു ദിവസം കൂടെ ഉണ്ട്. ഇനിയുണ്ടല്ലോ കോഴിക്കോടിന് കുറെ ഇനങ്ങൾ. സ്കൂളിൽ നിന്നില്ലേ കുറെ ഇനങ്ങൾ? എന്റെ സ്കൂളിൽ നിന്നുള്ളതൊക്കെ കഴിഞ്ഞു. അപ്പം എന്തായാലും കോഴിക്കോടിന് കപ്പ് എടുക്കും എന്നാണ് അല്ലേ? കണ്ണൂരും ഒപ്പത്തിനൊപ്പം ഉണ്ട്. കണ്ണൂർ സൈലന്റ് ആയിട്ടുള്ളതാണ്, കുറച്ച് സൈലന്റ്. ഞങ്ങൾ എടുക്കും. കഴിഞ്ഞ 2 വർഷം കിട്ടിയില്ല, അതിന് മുമ്പത്തെ കൊല്ലം കിട്ടി. അപ്പൊ 1 പഠിച്ച 3 അല്ലേ? അപ്പൊ ഇതിൽ പിടിക്കണം. ഓക്കെ, പിടിക്കണം. അപ്പൊ ഓക്കെ, താങ്ക് യു. ശരി. അപ്പൊ ഇനി നമ്മുടെ ഐറ്റം വന്നു. എനർജി ഉള്ള ഒരു ഇനവായോ? നമുക്ക് കുറച്ചും കൂടെ തുള്ളാനും പറ്റുന്നത്, കുറച്ചും കൂടെ എനർജി കിട്ടുന്നൊരു ഒരു ഹൈ കിട്ടുന്നത്. ഇതിനകത്തെ ഒരു വ്യക്തിയുണ്ട്, ഞാൻ പരിചയപ്പെടുത്താട്ടോ. ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? പറഞ്ഞു. പേര് തൊട്ട് പറഞ്ഞോ, ക്യാമറ നോക്കിട്ട് പറഞ്ഞു. അഭിനന്ദ്. സ്വയമായിട്ട് പറ, ആരാണ്? ആരാണ്? കൂട്ടാനിയന്മാരുടെ കൊച്ചുമോൻ. കൂട്ടാനിയന്മാരുടെ കൊച്ചുമോൻ. ഞാൻ ക്ലിയർ ആയില്ല എനിക്ക്. കൂട്ടാനിയന്മാരുടെ കൊച്ചുമോൻ. കിഴക്കൂട്ടനിയന്മാരുടെ കൊച്ചുമോനാണോ? അതാ ഞാൻ അതോടെ പ്രൊമിനന്റ് പേഴ്സൺ, നമ്മുടെ ഇന്നത്തെ വേദിയിലെ ഏറ്റവും പ്രൊമിനന്റ് പേഴ്സൺ. കിഴക്കൂടെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ മേളപ്രമാണിയാ. അപ്പൊ നമുക്കൊരു നല്ല കൊട്ട് പ്രതീക്ഷിക്കാം. കൊട്ട് പ്രതീക്ഷിക്കാം അല്ലേ? അടിച്ചു പൊളിക്കും, തകർക്കും. ടീം ഉണ്ടോ? നമ്മുടെ മാരാരുണ്ടോ ഇവിടെ? കാണാൻ വന്നായിരുന്നോ? ഇല്ല. അപ്പൊ ഇപ്പം കലോത്സവത്തിന് കൊച്ചുമോൻ കൊട്ടി. ഇന്ന് നമ്മൾ തൃശ്ശൂർ പൂരത്തായിരിക്കും നമ്മളെ ക്യാപ്ചർ ചെയ്യും. അപ്പൊ നമുക്ക് പേര് പറഞ്ഞായിരുന്നല്ലോ. അഭിനന്ദ്. പേരൊന്ന് ചോദിച്ചിട്ട്. ശ്രീഹരി. പ്രയാഗ്. ശ്രീരാഗ്. മണികണ്ഠൻ. ആഗ്നേയ് അല്ലേ? അപ്പൊ നമുക്കെന്നാ കടന്നാലോ? പരിപാടിയിലേക്ക് കടക്കാം. പെട്ടെന്ന് സ്റ്റാൻഡ് വെക്കാം, അധികം സമയം വേണ്ട. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വൈബ് കിട്ടണം ശക്തന്റെ മണ്ണില്. ഓക്കെ ആണോ? തായമ്പകയാണോ ഇനം? പഞ്ചാരിമേളം, പഞ്ചാരിമേളം. യെസ്. അപ്പൊ എന്നാ നമുക്ക് വലിയ താമസമില്ല. തുടങ്ങുമല്ലേ? പെരുക്കിക്കോ. നമുക്ക് ഒരു കസാരയുടെ ഒരു ആവശ്യങ്ങളുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. ബാക്കി എല്ലാരും ഇച്ചിരി ഫ്രണ്ടിലോട്ട് വരോടാ. ഇച്ചിരി കൂടെ ഇങ്ങനെ നിന്നോ. കുറച്ച് മുമ്പോട്ട് എല്ലാരും ഒന്ന് കാണാവുന്ന. എല്ലാരും ഉണ്ടല്ലോ.
എല്ലാരും ഉണ്ട്. ഓക്കെ, തുടങ്ങാം. തുടങ്ങുമല്ലേ? കൊട്ടി കേറണം. തകർപ്പ്. അതെ അതെ, മേളപ്രമാണിയും പിള്ളേരും. അതെ, ആശാൻ ആരാന്ന് നമുക്ക് ചോദിക്കേണ്ടതില്ല. അതെ, എന്തായാലും ഈ വിഷയത്തില്. അപ്പം എത്ര കാലമായി? ജനിച്ചപ്പോ മുതലേ ഈ കൊട്ടിങ്ങനെ കേൾക്കുന്നതല്ലേ? അല്ലേ? അപ്പൊ എപ്പോ തൊട്ടായി പഠിച്ചു തുടങ്ങിയത്? 6ാം ക്ലാസ് തൊട്ട്. 6ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങിയതാ. ഇപ്പൊ എത്രയിലാ? 10ല്. ഇപ്പൊ 10ല്. എന്തായാലും തകർത്ത്. എ ഗ്രേഡ് അല്ലേ? ഇനി വേറെ ഏതെങ്കിലും ഇവന്റുകളുണ്ടോ? വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? ഇല്ല ഇല്ല, ചെണ്ടമേളം തന്നെയുള്ളോ. എത്രാമത്തെ കൊല്ലം ഇപ്പം ഈ ചെണ്ടമേളത്തിലുള്ള? 3 കൊല്ലായി. 3 കൊല്ലം എ ഗ്രേഡ് തന്നെ. സംസ്ഥാനം അടിച്ചില്ലേ, ഒരു കൊല്ലം സബ് ജില്ലയിൽ പോയി, പിന്നെ ജില്ല ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞ കൊല്ലം,
പിന്നെ ഈ കൊല്ലം ജില്ല ഫസ്റ്റ് അടിച്ചു. എന്തായാലും ഹാപ്പി അല്ലേ? ഹാപ്പിയാ. അല്ല, ജില്ല തൃശ്ശൂര്. തൃശ്ശൂരാരാണ്? തൃശ്ശൂര് കപ്പ് കൊടുക്കുന്നില്ലല്ലോ. കളേഴ്സ് നമുക്ക് ഇവരുടെ സ്കൂളും കൂടെ കപ്പ് ഇപ്പൊ തൃശ്ശൂരാ ഉള്ളത്. ആർക്കും കൊടുക്കുന്നില്ലല്ലോ. ഞങ്ങൾ പിടിക്കാതെ അതെ. ആ, അതിലൊരു മാറ്റില്ല. ആ, ഏതാ സ്കൂൾ ഏതാ? വിവേകോദയം. യെസ്. അപ്പൊ എന്തായാലും വിവേകോദയത്തിലെ പിള്ളേര് പറയുന്നു ശക്തന്റെ പിള്ളേരെ കപ്പ് തൂക്കും. നമുക്കൊന്ന് ആവേശത്തിൽ പറഞ്ഞാലോ, കപ്പെടുക്കുവോ? ഒന്ന് നിനക്കൊരു ആവേശം ഇത്തിരി കുറവുണ്ടല്ലോ. കപ്പെടുക്കും. അതെ. അത് നമ്മൾ അവരോട് ചോദിച്ചു. എടുക്കും. കപ്പെടുക്കുവോ? ഒരുമിച്ചൊന്ന് പറഞ്ഞാലോ, കപ്പെടുക്കോ? എടുക്കും. താങ്ക് യു. ശരി. യെസ്. അപ്പൊ അതാണ് ഗംഭീരമായി അല്ലേ? നല്ലൊരു ആ മേളം, ആ ചെണ്ടമേളം ഗംഭീരമായി. അതെ. ഇനിയിപ്പം അടുത്തതാര്? അപ്പൊ അടുത്തത് നമ്മുടെ സ്വന്തം പയ്യൻ. കുറച്ച് നമ്മുടെ സ്വന്തം ആളാ. കഴിഞ്ഞ കൊല്ലം നമ്മുടെ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ കൊല്ലമാണ് എനിക്ക് തോന്നുന്നു. അത് നീ തന്നെ ആണെന്നാ എനിക്ക് തോന്നുന്നു. ഒരു അപ്പീലിന്റെ അല്ല, കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഒരു അപ്പീലിന്റെ ഒരു പരാതി നീ നമ്മളിലൂടെയാണ് പറഞ്ഞത്. അത് നീയല്ലേ? ആയിരിക്കില്ല, അത് വേറൊരാളാണ്. അപ്പൊ എനിക്ക് മാറിപ്പോയതാ. അതിനല്ലേ. ഇന്ന് ഏതാണ് നിന്റെ ഐറ്റം? ഇന്നിപ്പോ മോൺ ആക്ടി ഇവനാ മറ്റേ മിനിഞ്ഞാന്ന് മണക്കം മക്കളെ. ഇപ്പൊ ഷഹബാസിന്റെ ഷഹബാസിന്റെ മോൺ ആക്ട് ആണ് ചെയ്യണത്. അപ്പൊ നമുക്ക് മോൺ ആക്ട് ഒരിത്തിരി കണ്ടിട്ട് ആ വേടൻ ഒന്നും കൂടെ എടുക്കണം കേട്ടോ. ഓക്കെ. ഇപ്പൊ മോൺ ആക്ടിന്റെ ചെറിയ ഭാഗം ചെയ്ത പോലെ മതി. വെക്കണോ അതോ പിടിക്കണോ? മൈക്ക് വെക്കാല്ലേ? അതിൽ ഒന്നും കൂടെ സുഖം. ഇവന്റെ ഹൈറ്റിന് സെറ്റ് ചെയ്യാം. എടാ, ഞങ്ങളൊരു റിക്വസ്റ്റ് ചെയ്യട്ടെ. അടുത്ത കൊല്ലം ഞങ്ങളെ കാണുമ്പോ ഞങ്ങളുടെ രണ്ടുപേരും ശബ്ദം എടുക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഇപ്പൊ പറ്റുമോ? ശ്രമിക്കണം. പറഞ്ഞല്ലോ. അത് തന്നെ. യെസ്, ഐ എം ത്രിൽഡ്. അപ്പൊ ഒന്നാമൻ കൈ പിടിച്ചോട്ടെ. 2 മൈക്ക് ഉണ്ടോ? 2 മൈക്ക്. അന്ന് 2 മൈക്ക് മോണാക്ടല്ലേ? 2 മൈക്ക്. പിന്നെന്താ? അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു വേദിയിലേക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പം നമുക്കിവിടെ മോണാക്ട് റെഡിയാണ് അല്ലേ? മോണാക്ട് കഴിഞ്ഞ് മിമിക്രി. അതെ, സെറ്റ്. അപ്പൊ തുടങ്ങിക്കോ. ഇല്ല, ഞാൻ ആരെയും ശപിക്കണില്ല. ഉമ്മയുടെ പൊന്നെ, ഉമ്മക്കിരി ആരാടാ? ഉമ്മ കരയരുത്. അവനെ കൊന്നൊരുവനെയും ഈ തവണ പരീക്ഷ എഴുതാൻ ഞാനോ ഞങ്ങളുടെ പാർട്ടിയോ അനുവദിക്കില്ല. എന്തിന് ഇത്തവണ ഒരു പരീക്ഷ എഴുതില്ലെങ്കിൽ എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടോ? ഷഹബാനെ, നിന്റെ താത്താടെ കല്യാണത്തിന് കറുത്ത കോട്ടിടാന്ന് പറഞ്ഞിട്ട് വെള്ള പൊതച്ചല്ലാടാ നീ പോയത്. കേട്ടില്ലേ ടീച്ചറെ ആ ഉമ്മ പറഞ്ഞത്? ഇനി ഞാൻ ക്ലാസ് എടുക്കണമെങ്കിൽ
പണ്ട് ചാക്കോ മാഷി കോലായി തിരികെ വെച്ച ചൂരയില്ലേ, അതെനിക്ക് വേണം. കുട്ടികളെ തല്ലാനല്ല, ഒരു കരുതലിനായി. മാപ്പ് മാഷേ, മാപ്പ്. ഒന്നേ ഉള്ളൂ എന്ന് കരുതി ഒരുപാട് സ്നേഹിച്ചു പോയി. അതെ, നിങ്ങൾക്ക് മക്കൾ ഒന്നാ, പക്ഷേ എനിക്ക് മക്കൾ 100. അതുകൊണ്ട് ഒരു കൗരവ പിതാവാൻ എനിക്ക് കഴിയില്ല. മാപ്പ്. ആ വടി കൊണ്ടാതി തല്ലേണ്ടത് കുട്ടികളെയല്ല, അവർക്ക് ജന്മം നൽകിയ ഈ അമ്മയാണ്. അവരെ ശാസിക്കാത്ത ഈ അച്ഛനെയാണ്. എന്തിന്? അവരല്ലേ ഈ നാടിന്റെ മക്കള്. ഗുരുവിന് നേരെ കൈയോങ്ങിയ, ഗുരുവിന്റെ കൈ വെട്ടിമാറ്റിയ, പ്രതീകാത്മകമായി ശവദാഹം നടത്തിയ ശിഷ്യര് ഭരിക്കുന്ന നാടാണിത്. അതുകൊണ്ട് ആ വടിയുന്നതാ. ശാബാസേ, മാഷിനോട് പൊറുക്കടാ. മാഷെന്താ ഈ കാണിക്കണേ? ടീച്ചർ മിണ്ടരുത്. കുട്ടികളെ ഇപ്പൊ തല്ലാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കും. നീയാടാ യഥാർത്ഥ രക്തസാക്ഷി. നന്ദി, നമസ്കാരം. ഞാനേ ഇവരിത് ചെയ്തപ്പോഴേ ഇവന്റെ അച്ഛൻ എനിക്ക് നല്ല പരിചയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛനൊന്ന് വരുമോ? കാരണം അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛന്റെ കണ്ണിലുണ്ടല്ലോ ആ മോൻ ചെയ്യുന്ന ആക്ട് അതേപോലെ. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം മിമിക്രി അല്ലേ ചെയ്തത്? അതെ, അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും മോനും ഒരേ വേദി നിന്ന്. എനിക്ക് ഇവന്റെ ആക്ട് കണ്ടപ്പോ അച്ഛന്റെ കണ്ണ് ഇങ്ങനെ കിടന്ന് അനങ്ങുക. അപ്പൊ നമുക്ക് മോന്റെ ആ വേടനൊന്ന് കേൾക്കണം. അത് കഴിഞ്ഞ് അച്ഛന്റെ ഒരു മിമിക്രിയും കൂടെ കേട്ടാലും. അച്ഛന്റെ നോക്കാം, അച്ഛനും മോനും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിക്കോട്ടെ. ഒരു വേദി വന്ന എങ്ങനെ ഇരിക്കും? കേട്ടാ സെറ്റല്ലേ? കേട്ടാ, അച്ഛനോട് പൊടിയൊക്കെ തട്ടി എടുക്ക്, പൊങ്ങി വരട്ടത് അല്ലേ? ഉള്ളിൽ കിടക്കുന്നത് ഉറക്കി വെക്കാല്ലേ? അപ്പൊ ആദ്യം മോന്റെ കേൾക്കാം അല്ലേ? വേടം കേൾക്കാം. വണക്കം 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 മക്കളെ. കാട്ടുമരത്തിന്റെ മഞ്ഞ മുറിഞ്ഞ് കാക്കി ഭൂതങ്ങൾ വല്ല നിറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രമൂതുമ്പോൾ അമ്മ കിളി കരഞ്ഞ് വനമകൾ ഒരു തീ നിന്റെ മാറ് തുളഞ്ഞല്ലോ, മനവും തകർന്ന് പെരുങ്കാട് കരഞ്ഞല്ലോ, മലയിലൊരു വിടുത്ത് അരുവിരണം നിറഞ്ഞ് അറകം പോൽ കരിഞ്ഞല്ലോ. വണക്കം 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 മക്കളെ. എടുക്കാൻ പറ്റിയില്ലോ? ആണോ? കുഴപ്പമില്ല. വേടനാണ് മാസ്റ്റർ പീസ് വേടനാ. നമുക്ക് ഇനി ഒരു തവണ വേടൻ ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണ ഇവരെ ഒന്ന് കൊണ്ട് കാണിക്കണം. പേരൊന്നും കൂടെ പറഞ്ഞു. എന്റെ പേര് മുഹമ്മദ് നയീം. വേടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. ഉറപ്പാ, കൺഫേമാ. അപ്പൊ ഇനി അച്ഛന്റെ മിമിക്രി എന്താ? പഴയ മിമിക്രിക്കാരനാണ്, അതുകൊണ്ട് പഴയത് വരുള്ളൂ. അത് മതി. അപ്പൊ ഞാൻ ഇന്ദ്രൻസ്. പഴയതാണ് കുറച്ചുകൂടെ നല്ലത്. പഴമയിൽ നമുക്ക് പുതുമ കണ്ടെത്താം. തമ്പുരാനേ, ഞാൻ എന്റെ 2 കണ്ണോണ്ടും കണ്ടതാ. 2 പേർ വന്നു താലങ്ങൾ തമ്മിൽ കൈമാറുന്നത്. കൊച്ചു കള്ളി. ഇതാണോ പഴയത്? ഇതാണ് പൊടി തട്ടിയെടുത്തത്. ഇത് പൊടി തട്ടിയെടുത്തില്ല. ഇതവിടെ ഇത് ഒക്കെ ക്ലീൻ ആക്കി വെച്ചേക്കുമായിരുന്നു. എവിടെങ്കിലും ഒന്ന് പുറത്തോട്ട് എടുക്കാം. ഇനി ഏതാ? ഇനി ഒരെണ്ണം കൂടെ. അതാ ഇവിടെ മോൻ ലാലു അലക്സ്. അല്ല, മോൻ പറയുന്നു ലാലു അലക്സ്. അച്ചു, ഞങ്ങളുടെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം നടത്തിയതിന് അച്ഛനെ അങ്ങ് പള്ളിന്ന് വിലക്കും. അന്നാമേ, മേടയിലിട്ടച്ഛൻ ഇങ്ങനെ ഒരു മോളുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെങ്ങളും ഇല്ലടി. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുവോ? അത് തന്നെ. അപ്പം തകർത്തല്ലേ? ഇന്നിപ്പോ ഈ കോമ്പറ്റീഷനിൽ അച്ഛനായിട്ടോ ചോദിച്ചേ? അച്ഛൻ തൂക്കി. അച്ഛനാണോ മോനാണോ? അല്ല, മക്കളിങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് എനിക്ക് നിക്കാൻ പറ്റണില്ല. എന്തായാലും കലക്കാല് നീയും കലക്കനാണ്ടാ, കുഴപ്പമൊന്നുമില്ലാട്ടാ. താത്ത ഗംഭീരമല്ലേ? അച്ഛന്റെ മോന്റെ പെർഫോമൻസ് കണ്ട അമ്മയ്ക്ക് അവിടെ ചിരിച്ച് ബ്ലഷ് വരെ വന്ന് ഫേസില് കണ്ടില്ലേ? കണ്ട തകർത്തില്ലേ? പിന്നെ അല്ല, അമ്മടുത്ത് അച്ഛനാണോ മോനാണോ? അമ്മ മുന്നോട്ട് വാ. ഹസ്ബൻഡ് ആണോ സണ്ണാണോ? 2 പേരും. ഒരാളുടെ പേര് പറ. അതെന്റെ മോനെ പറയും ഞാൻ. അമ്മയ്ക്ക് വാത്സല്യം വന്നു. അതെ. അപ്പൊ എന്തായാലും തകർത്ത് അച്ഛനും ഫുൾ ഫാമിലി ഗംഭീരമായി. അതെ. അച്ഛന്റെ
സപ്പോർട്ടോടാണ് അവൻ ഇത്ര എത്തിയത്, അത് ഉറപ്പാണ്. വഴി ഇവിടെ നിന്നാണ്. അതെ 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 വഴി വെട്ടിക്കൊടുത്ത വഴി വെട്ടിക്കൊടുത്ത ആളുകൾ. ഇതാണ് മോനെ നിന്റെ വഴി. അതെ, നീ അങ്ങോട്ട് കേരള. അതെ, എന്തായാലും തൂക്കിയല്ലേ ഈ കലോത്സവം? തൂക്കി. ഇപ്പൊ എത്രയല്ല? ഇപ്പൊ +1. അടുത്ത വർഷം കൂടി ഉണ്ട്. അതെ, വരുന്നില്ലേ? പിന്നെ തീർച്ചയായും എന്റെ 2 സുഹൃത്തുക്കളുണ്ട് കേട്ടോ, അവനെ സഹായിക്കുന്ന 2 സുഹൃത്തുക്കളാണ്. ഇവര് മിമിക്രി ആക്ടേഴ്സ് ആണോ? വരൂ. ചേട്ടന്റെ പേര്? എന്റെ പേര് ലൈജു പറവൂരെന്നാണ്. മറ്റേ ആള്? ഏതൊക്കെ മാസ്റ്റർ പീസ്? ഓരോ ഐറ്റം ഒന്ന് കാണിച്ചു പോയാലോ? ഇത് കണ്ടപ്പോ തന്നെ നിറഞ്ഞല്ലേ? എന്തായാലും തകർത്തല്ലേ? അതെ, അച്ഛനും മോനും തകർത്ത്. ഇനി അടുത്ത കൊല്ലോ ഒരെണ്ണം. ഏതാ? അല്ല അത് ആദ്യം അത് വന്നോട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ആര് ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. ചന്ദ്രദാസ് അല്ലേ? ഞാൻ ഡോക്ടർ ഹരികുമാര മേനോൻ. ഇതെന്റെ കസിന അനിത. അനിതയ്ക്ക് മനസ്സിലായില്ലേ ചന്ദ്രദാസിനെ? ഈയുടെ മാതൃഭൂമിയിൽ ഒന്നൊരു കവിതയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? ആ കവിത എഴുതി ചന്ദ്രദാസ. സോറി ഫോർ ദ ട്രബിൾ, ഐ ബെഗ് യുവർ മേഴ്സി. എനിക്ക് അവകാശപ്പെട്ടതെല്ലാം ഓരോന്നായിട്ട് താൻ തട്ടിയെടുക്കുകയായിരുന്നു. ആദ്യം അനിത, ഇപ്പൊ താൻ്റെ മോളും. വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ താൻ എനിക്ക് അവളെ വിട്ടു തന്നില്ലെങ്കിൽ ഞാനിവിടെ കിടന്നിടിച്ച് നിലവിളിക്കേ. ഇത് കുറച്ചും കൂടെ ചെറുപ്പക്കാരനായ ലാലു അലക്സ്. ഇത് മറ്റേ നമ്മുടെ അച്ഛനെ അവതരിപ്പിച്ച മധ്യവയസ്കനായ ലാലു അലക്സ് അല്ലേ? പഴയകാലം. ഇത് പാതയം എന്ന സിനിമയിലെ. അതെ. അപ്പൊ എന്തായാലും മിമിക്രി കൊണ്ട് അങ്ങനെ. അതെ ചേട്ടാ, വേറെ ഏതെങ്കിലും? വേറെ നമ്മള് മിമിക്രിയില് ട്രെയിലറൊക്കെയാണ്. അത് തകർത്തെന്തായാലും നമ്മുടെ ഒരു ഇതിനനുസരിച്ച്, നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ പരിമിതി അനുസരിച്ച് കൃത്യമായിട്ട് വന്നല്ലേ? എന്തായാലും താങ്ക് യു. നെയ്മ അടുത്തമല്ലോ നമ്മളിവിടെ കാണണം. ഇതേപോലെ തൂക്കണം. എല്ലാത്തിനും A ഗ്രേഡും കൊണ്ടേ പോകാൻ പാടുള്ളൂ. അച്ഛനെ കാണാൻ കേട്ടാ. ആ പൊടി തട്ടിയെടുത്തേ ഒന്ന് അറിഞ്ഞങ്ങ് ഇറങ്ങ് കേട്ടാ. മിമിക്രി ലോകം നമുക്കുള്ളത്. അമ്മേ ഓക്കെ. അച്ഛനും മോനും അമ്മയും എല്ലാരും അമ്മ കൗണ്ടർ കൊണ്ട് വേറെ. അതെ. യെസ്, ഇനി അടുത്തത് കേരള നടന. മോളെ ജില്ല? തിരുവനന്തപുരം. പേര്? ഗൗരി പാർവതി. എത്രയല്ല? +2 അവസാന വർഷം. ഇനി യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളേ ഉള്ളൂ. റിസൾട്ട് വന്നോ? A ഗ്രേഡ്. വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അത് A ഗ്രേഡും കിട്ടി. ഇന്ന് തന്നെ പോവോ? നാളെ പോകത്തുള്ളൂ. നാളെ കപ്പ് എടുത്തോണ്ടാണോ? തിരുവനന്തപുരം കപ്പ് എടുക്കുന്ന കണ്ടിട്ടല്ലേ പോകത്തുള്ളൂ. തിരുവനന്തപുരം കപ്പ് എടുക്കുവോ? കപ്പെടുക്കും. അപ്പൊ മ്യൂസിക് റെഡി അല്ലേ? പാട്ട് റെഡിയാണ്. ഓക്കെ. കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുളി കനകിങ്ങിനി വടകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കസ്തൂരി ലലാട ഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭോ നാസാഗ്രേ
ചന്ദനം സർവാ ചകലയൻ കണ്ടേ മുക്താവലിയോ ഗോപസ്ത്രീ. കൊള്ളാല്ലേ? അതെ, നമുക്ക് എല്ലാ ദിവസവും കേരള നടനം വരാറുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന പരിപാടിയാണ് കേരള നടനം. എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് കേരള നടനം? കേരള നടനം 9ാം ക്ലാസ് തൊട്ട്. 9ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. മറ്റിനങ്ങളൊന്നും ഇല്ലായിരുന്നു. മോഹിനിയാട്ടം ജില്ല വരെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഇത്തവണ കേരള നടനം മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കി ഭരതനാട്യം, മോഹിനിയാട്ടം ഒക്കെ പഠിക്കുന്നുണ്ട്. എല്ലാം പഠിക്കുന്നുണ്ട്. ഗുരു പത്മകുമാർ സാർ. പത്മകുമാർ. ജില്ല ഏതായിരുന്നു? തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം കപ്പ് അടിക്കും. പത്മനാഭന്റെ പിള്ളേര് അടിക്കും. പത്മനാഭന്റെ പിള്ളേര് കപ്പ് അടിക്കും. അപ്പം സ്കൂള് പറഞ്ഞില്ല. എവിടെ? സ്റ്റാർട്ടിങ്. ആ, അപ്പൊ എന്തായാലും സ്കൂളിൽ നിന്ന് ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ എ ഗ്രേഡ് ഉണ്ടോ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഹാപ്പിയാണ്. അപ്പൊ ഇന്ന് പോവോ? നാളെ പോകത്തുള്ളൂ. ആ കപ്പ് അടിക്കുന്ന കണ്ടിട്ടേ പോകത്തുള്ളൂ. ശരി, അപ്പൊ താങ്ക് യു. ഓക്കെ, അടുത്ത ടീം. അടുത്തത് നമുക്ക് വീണ്ടും ഒരു മോണാക്ട്.